ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കുമ്പിൾ അപ്പമാണ്. അത് നമ്മൾ വാഴയില വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുമ്പിളിൻ്റെ ഇല നമുക്ക് വഴന ഇല കിട്ടാത്തത് കൊണ്ട് അതുകൊണ്ട് വാഴയില വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പിളപ്പം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഏത്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചക്കപ്പഴമാണ് വെച്ച് സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഏത്തപ്പഴം വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞാനിത് ഏത്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തതായാലും കുഴപ്പമില്ല. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. മാഷറുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുക്കേണ്ടത്. 3 കപ്പ് ഗോതമ്പ് പൊടി. ഈ 2 വെല്ലം ശർക്കര എടുക്കുന്നുണ്ട്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഒന്ന് പാനിയാക്കി എടുക്കുക. അപ്പോൾ അത് പാനിയാക്കി അരിച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തപ്പഴം ഉടച്ചതിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടി നമുക്കിടണം. അതുപോലെ തന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ ഇടുക. ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചത് ഒരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇത് കുറച്ച് പഞ്ചസാര ചേർത്താണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അതൊരു 2 ടീസ്പൂൺ 3 ടീസ്പൂൺ ആയാലും കുറച്ചുകൂടെ നന്നായിട്ട് ഫ്ലേവർ കിട്ടും. 3 ടീസ്പൂൺ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടേസ്റ്റ് കുറവ് വേണ്ടിയവർക്ക് അത് കുറച്ച് ഇട്ടാൽ മതിയാവും. അതുപോലെ തന്നെ 1.25 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് പാനി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ നമുക്ക് കുഴച്ചെടുക്കണേ. നല്ല രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്കണം, എങ്ങനെയാണ് കൺസിസ്റ്റൻസി നോക്കണം. അപ്പോൾ അത് കുറച്ചൊന്ന് ലൂസായി വരണേ. അത് അത്രയും ലൂസാക്കി നമ്മളിത് ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാടങ്ങ് ലൂസായി പോയാലും ശരിയാവില്ല, ഹാർഡായി പോയാലും ശരിയാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ബാക്കിയുള്ള പാനിയെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കൺസിസ്റ്റൻസിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് വാഴയിലാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇത് കുത്തി വെക്കാനായിട്ട് ഈർക്കിലിയൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ടൂത്ത് പിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് വാഴയില ഇതുപോലെ കുമ്പിൾ പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളിത് ആ ഒരു മാവിൻ്റെ ബാറ്റർ ആ മാവിൻ്റെ കുഴച്ച് വെച്ചിരിക്കുന്നത് നമ്മളിതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണേ. കുറേശ്ശെ വെച്ച് കൊടുക്കുക. ഒരുപാടല്ല, കുറേശ്ശെ വെച്ച് കൊടുക്കുക. പിന്നെ ഇത് മടക്കിയിട്ട് ടൂത്ത് പിക്കും കൊണ്ട് ഞാനിത് കുത്തി വയ്ക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അപ്പച്ചമ്പ് ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു. വെള്ളമെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് അപ്പച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാണുന്ന അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ കാണുമ്പോൾ അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങൾക്ക് കിട്ടുമേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിത് ഇവിടെ എല്ലാം കുമ്പിൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 1/4 മണിക്കൂറൊന്ന് ആവി കയറണം. അന്നേരത്തേക്ക് നന്നായിട്ട് വെന്തിരിക്കും. അപ്പോൾ ഇത് 1 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുത്ത് കഴിക്കേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത്. പിന്നെ വാഴയിലയിലായതുകൊണ്ട് കുമ്പിളിന് നമ്മൾ വഴനയില യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും നമുക്ക് ആ ഒരു സ്മെല്ലൊന്നും കിട്ടില്ല. അപ്പോൾ അല്ലെങ്കിൽ തന്നെയും നമുക്ക് കുമ്പിളപ്പം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഒന്ന് നന്നായിട്ടൊന്ന് ആറി കിട്ടണം. അപ്പോൾ ഒരു ദിവസം ഞാനിത് വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിൽ എടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അന്നേരത്തേക്ക് എല്ലാം ആറി നല്ല ടേസ്റ്റായിട്ട് വരുമേ. അപ്പോൾ ഇത് പിറ്റേ ദിവസം എടുത്ത് കഴിക്കാനാണ് നല്ലത്. സാധാരണ ചക്കപ്പഴം വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഏത്തപ്പഴം വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്തതാണ്. എല്ലാവരും ഒന്ന് ഇതുപോലൊന്ന് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബായ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.